നമസ്കാരം. മെയ് മാസത്തിലെ ഭാഗ്യവാന്മാർ. ഈ ആഴ്ചയിലെ ശുക്രമാറ്റം വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ അവസ്ഥ അനുസരിച്ച് ഇതിൽ പല മാറ്റങ്ങളും വന്നേക്കാം. അതിനെ വിശദമായ ഒരു ജാതക പരിശോധനയോടെ തന്നെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതിനെ പൊതുവായിട്ടുള്ള ഒരു ഫലമായി തന്നെ കാണുക. മെയ് മാസത്തിലെ ഭാഗ്യവാന്മാർ. ഈ ആഴ്ചയിലെ ശുക്രമാറ്റം വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതെ ശുക്രൻ മിഥുന രാശിയിലേക്ക് മാറുന്നു. ചിലർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ, മറ്റു ചിലർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം. മെയ് മാസം ശുക്രൻ മിഥുനത്തിലേക്ക് മാറുമ്പോൾ ആശയവിനിമയം, ബന്ധങ്ങൾ, സർഗാത്മകത എന്നിവയിലൊക്കെ മാറ്റങ്ങൾ വരാം. കൂടുതൽ സൗഹൃദം സ്ഥാപിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സമയം കിട്ടും. ഏതൊക്കെ ലഗ്നക്കാരെയാണ് ഈ ഭാഗ്യങ്ങൾ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. തുലാം ലഗ്നക്കാർക്ക് ഈ ശുക്രമാറ്റം കൊണ്ട് വരുന്ന ഫലങ്ങൾ അത് നമുക്ക് നോക്കാം. ഉന്നത പഠനം, ദൂരയാത്രകൾ, ഭാഗ്യപരീക്ഷണം, അതായത് ലോട്ടറി ഉള്ള കൂടാതെ മത്സരങ്ങളിൽ പങ്കെടുക്കാം എന്നിവയെല്ലാം അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ വലിയ ഭാഗ്യം തന്നെ ലഭിച്ചേക്കാം. പക്ഷേ ഇതെല്ലാവർക്കും എല്ലാ സമയവും ഒരുപോലെ ആവണമെന്നില്ല. അമിതമായ പ്രതീക്ഷ വയ്ക്കുന്നത് ഒന്നിലും നല്ലതല്ല എന്ന് ആദ്യമേ പറയുന്നു. കാരണം പൊതുവെ ഇത്തരം ഭാഗ്യപരീക്ഷണങ്ങളോട് ഞാൻ അനുകൂലിക്കാറില്ല. കാരണം ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയം എന്നുള്ളത് ഒരാൾക്ക് ലഭിക്കും. അപ്പോൾ ബാക്കിയുള്ള തുലാം ലഗ്നക്കാരൊക്കെ ഭാഗ്യം ഇല്ലേ എന്നൊരു ചോദ്യം ബാക്കിയാവും. പൊതുവെ ഈ സമയം ഭാഗ്യമുള്ള സമയം എന്നേ കണക്കാക്കാവൂ. ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ ഭാഗ്യം കൂടി വരുന്ന സമയമായതുകൊണ്ട് റിസൾട്ടും കൂടുതൽ നല്ലതായിരിക്കും എന്ന് വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഈ ഒരു ശുക്രമാറ്റം ഗുണം ചെയ്യുന്നത് ധനു ലഗ്നക്കാർക്ക് കൂടിയാണ്. കളത്രഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ബന്ധങ്ങളിൽ ദൃഢത നൽകുന്നതും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാവും. ഇനി വിവാഹം കഴിയാത്തവരാണെങ്കിൽ നല്ല ആലോചനകൾ വരാനും മംഗല്യയോഗ്യതയ്ക്കും സാധ്യതയുള്ള സമയമാണ് ഇത്. ഇനി അവരുടെ സാമ്പത്തികമായിട്ട് നമുക്കൊരവസ്ഥ നോക്കാം. അത് നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം. ഇത്തരം പങ്കാളിത്ത കച്ചവടത്തിൽ ലാഭമുണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് ധനു ലഗ്നക്കാർക്ക് ഈ മെയ് മാസം. അപ്പോൾ നമുക്ക് കന്നി ലഗ്നക്കാരുടെ നോക്കാം. അതായത് ഇനി അടുത്ത് നമ്മൾ കന്നി ലഗ്നക്കാരാണ് പറയുന്നത്. കന്നി ലഗ്നക്കാർക്ക് ഈ സമയം തൊഴിൽ വലിയ പുരോഗതികൾ, മാറ്റങ്ങൾ, പ്രമോഷൻ, ശമ്പള വർധനവ് എന്നിവയെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. എന്നിരുന്നാൽ കൂടി ചെറിയ ചെറിയ മാനസിക പിരിമുറുക്കങ്ങളൊക്കെ അനുഭവപ്പെട്ടെന്ന് വരാം. നമ്മൾ മറ്റ് ഗ്രഹങ്ങളെ കൂടി അവസ്ഥ ചിന്തിക്കുന്നുള്ളൂ. പൊതുവെ തൊഴിൽ രംഗത്ത് കന്നി ലഗ്നക്കാർക്ക് മെയ് മാസം ഗുണം ചെയ്യും എന്ന് തന്നെ ഇതിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ കന്നി ലഗ്നക്കാരായ കലാകാരന്മാർക്ക് നല്ലൊരു സമയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അടുത്തത് ചിങ്ങ ലഗ്നക്കാർക്കാണ്. ചിങ്ങ ലഗ്നക്കാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാക്കിയേക്കാം. ബിസിനസ്സിലെ വിജയം, കടങ്ങൾ തീർക്കാനുള്ള സാധ്യത, ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ലേ, ഇതെല്ലാം നിങ്ങളുടെ ജാതകത്തെയും കൂടി ആശ്രയിച്ചിരിക്കുന്നു. ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളും ഗുണങ്ങളും ഉണ്ടാവാം. നമ്മളിവിടെ സംസാരിച്ചത് പൊതുവായ ഫലങ്ങളാണ്. വിശദമായ ഒരു പഠനത്തിന് ജാതക പരിശോധന നല്ലതായിരിക്കും. ഈ മെയ് മാസം എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.